വെൽക്കം ടു ആസ്ക് ഐ എസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 28 ഡിസംബർ 2021 ന്യൂസുകളാണ്. 5 ടോപ്പിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ്, 5G, ടൈഫൂൺ റായ്, FCRA ആൻഡ് ഇറാൻ ന്യൂക്ലിയർ ഡീൽ. ഇങ്ങനെ 5 ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള 4th എഡിഷൻ ഓഫ് സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ് നമുക്ക് നോക്കാം. സോഷ്യൽ ജസ്റ്റിസിന്റെ പാർട്ട് അല്ലെങ്കിൽ GS പേപ്പർ 2 ഹെൽത്ത് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ്. പ്രിലിംസിന്റെ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് അതുപോലെ തന്നെ സ്റ്റേറ്റുകളുടെ റാങ്കിങ് നമ്മൾ ശ്രദ്ധിക്കണം. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഹെൽത്ത് സെക്ടറിലുള്ള ചാലഞ്ചസ് അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആംഗിളിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നീതി ആയോഗ് റീസെന്റ് അവരുടെ 4th എഡിഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ് 2019-20 ഇയറിലേക്കുള്ളത് റിലീസ് ചെയ്യണം. ഈ റിപ്പോർട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ എന്നുള്ളൊരു നെയിമിലാണ്. അപ്പോൾ ഈ ഒരു റാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സിലൂടെ സ്റ്റേറ്റിനെ അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് അവരുടെ ഇയർ ഓൺ ഇയർ ഇൻക്രിമെൻ്റൽ പെർഫോമൻസ് ഹെൽത്ത് ഔട്ട്കംസ് എങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ അവരുടെ ഓവറോൾ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ അനുസരിച്ചിട്ട് ഇൻഡെക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് GHS ഇൻഡെക്സ് 2021 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയർ ത്രെറ്റ് ഇനീഷ്യേറ്റീവ് NTAയും അതുപോലെ തന്നെ ജോൺസ് ഹോപ്കിൻസ് സെൻറ്ററും കൂടിയിട്ടാണ് അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 42.8 ആണ്. ഔട്ട് ഓഫ് 100ൽ 42.8 ആണ്. കഴിഞ്ഞ 2019 സ്കോർ പ്രകാരം നോക്കുമ്പോൾ ഏകദേശം 0.8 പോയിന്റ്സ് ആണ് നമുക്ക് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ വേൾഡ് കേസിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അകത്ത് ഇതേപോലെ ഹെൽത്തിനെ ഇൻഡെക്സ് ചെയ്യുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് നീതി ആയോഗാണ്. ഓക്കെ, സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആനുവൽ ടൂളാണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ യൂണിയൻ ടെറിട്ടറീസിൻ്റെയും കാര്യങ്ങളുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതാണ്. 2017 മുതൽ നിലവിലുള്ള ഒന്നാണത്. 24 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ഒരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ്. 24 ഇൻഡിക്കേറ്റേഴ്സിലെ കാര്യങ്ങൾ വെയ് ചെയ്തിട്ടൊക്കെയാണ് ഈ പറയുന്ന ഇൻഡെക്സിൻ്റെ ഔട്ട്കം വരുന്നത്. പക്ഷേ ആ പറഞ്ഞ 24 ഇൻഡെക്സിനും ബ്രോഡർ ആയിട്ട് അവരൊരു 3 ഡൊമൈൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് ഔട്ട്കംസ്, ഗവർണൻസ് ആൻഡ് ഇൻഫോർമേഷൻ, കീ ഇൻപുട്സ് ഓർ പ്രോസസ്, ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാരാമീറ്റേഴ്സിൻ്റെ അതിൻ്റെ അകത്ത് വരുന്നത് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്, സെക്സ് റേഷ്യോ അറ്റ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹെൽത്ത് ഔട്ട്കംസിൽ വരുന്നത്. ഗവർണൻസ് ആൻഡ് ഇൻഫർമേഷൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് എത്രയാണ്, ആവറേജ് ഒക്യുപ്പൻസി ഓഫ് സീനിയർ ഓഫീസേഴ്സ് ഇൻ കീ പോസ്റ്റുകൾ എത്രയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അതേസമയം കീ ഇൻപുട്ട് അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഷോർട്ട് ഫോൾ ഉണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ കീഴിൽ, അതുപോലെ തന്നെ എത്രയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, അതിൽ എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ബർത്ത് അതുപോലെ തന്നെ ഡെത്ത് രജിസ്ട്രേഷൻസ് എത്ര നടക്കുന്നുണ്ട്, ട്യൂബർകുലോസിസ് ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കീ ഇൻപുട്ട് അല്ലെങ്കിൽ പ്രോസസ്സിൽ ഡീൽ ചെയ്ത് പോകുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു നീതി ആയോഗാണിത് റിലീസ് ചെയ്യുന്നെങ്കിലും വേൾഡ് ബാങ്കിൽ നിന്നും ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ കൂടിയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് നീതി ആയോഗ് റിലീസ് ചെയ്തത്. ഈ ഒരു 4th എഡിഷൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി എന്താണ്, മെഷറിംഗ് ആൻഡ് ഹൈലൈറ്റിംഗ് ദ ഓവറോൾ പെർഫോമൻസ് ആൻഡ് ഇൻക്രിമെൻ്റൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ. 2018-19 മുതൽ 2019-20 വരെയുള്ള കാലഘട്ടത്തിലെ ഓരോ സ്റ്റേറ്റുകളുടെ പെർഫോമൻസ് അവരുടെ എത്രത്തോളം ഇൻക്രിമെൻ്റൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കിയിട്ടുള്ളത്. സ്റ്റേറ്റുകളുടെ റാങ്കിങ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പല രീതിയിലുള്ള സ്റ്റേറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. ലാർജർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, സ്മോളർ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ലാർജ് സ്റ്റേറ്റ്, സ്മോളർ സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലാർജ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഉത്തർപ്രദേശ്, ആസാം, തെലങ്കാന അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ. സ്മോളർ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ മിസോറാം, മേഘാലയ, യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ ഡൽഹി, ജമ്മു കാശ്മീർ ആ ഒരു ലെവലിൽ. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യമാണ്, ഇതിൽ ടോപ്പ് റാങ്കിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടാണ് ലാർജ് സ്റ്റേറ്റ്സിൻ്റെ കേസിലേക്ക് നോക്കുമ്പോൾ. അതേസമയം സ്മോളർ സ്റ്റേറ്റ്സിൽ നോക്കുമ്പോൾ മിസോറാമും ത്രിപുരയാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കേസിൽ ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു, ചണ്ഡീഗഡ്, ഇത്രയും ആൾക്കാരാണ് ഇത് UTSൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇൻഡെക്സിൽ നോക്കുമ്പോൾ നമ്മൾ ടോപ്പ് റാങ്കിങ്സിലുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. പക്ഷേ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് വളരെ മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് എന്നുള്ളതാണ്. റീസെൻ്റായിട്ട് കഴിഞ്ഞ കൊല്ലവും അവർ തന്നെയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ബാക്ക് എന്നുള്ള റാങ്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറും ഉണ്ട് 2nd റാങ്കിങ്ങിൽ. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇൻഡെക്സിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളുള്ളത്.
ഇനി ഈ ഒരു ഇൻഡെക്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? പോളിസി മേക്കിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് ഫെഡറലിസം അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം ഈ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ചിട്ട് റിസോഴ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഈ ഒരു പോളിസിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. യൂണിയൻ ടെറിട്ടറീസിൻ്റെയും സ്റ്റേറ്റിൻ്റെ ഇടയിൽ ഇതുമാതിരി ഒരു ഹെൽത്തി ലെവലുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ വന്ന് തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു റോബസ്റ്റ് ഹെൽത്ത് സിസ്റ്റം തന്നെ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് ഈ യൂണിയൻ ടെറിട്ടറീസിനും സ്റ്റേറ്റിനും ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. ഇനി എന്താണ് ഇവരുടെ നാഷണൽ ഹെൽത്ത് മിഷനിലെ റോൾ എന്നുള്ളത് കൂടി നോക്കാം. ഇവരുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഡിസിഷൻസ് കാര്യങ്ങൾ ഈ പറയുന്ന ഇൻഡെക്സുമായിട്ട് വളരെയധികം കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ഡീൽ ചെയ്യാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ ഇൻഡെക്സിന് ചില ലിമിറ്റേഷൻസ് കൂടിയുണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ കവേർഡ് ക്രിട്ടിക്കൽ ഏരിയാസ്, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, മെൻ്റൽ ഹെൽത്ത്, ഗവർണൻസ്, ഫിനാൻഷ്യൽ റിസ്ക് പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഡാറ്റ ആനുവൽ ബേസിസിൽ കിട്ടാത്തത് ഒരു കുറവ് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഇത് പബ്ലിക് ഫെസിലിറ്റീസിൽ നിന്നും ഡെലിവറി ചെയ്തിട്ടുള്ള സർവീസ് ഡാറ്റകളാണ് നമ്മൾ ഈ ഒരു റാങ്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള പല ഡാറ്റാസും എന്താണ് നമുക്കിതിന് അവൈലബിൾ ആയിട്ടില്ല. അത്തരം കാര്യങ്ങളൂടെ അവൈലബിൾ ആയാൽ മാത്രമാണ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, സെക്സ് റേഷ്യോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇനി ഇതിന് ഈ പറയുന്ന ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്നുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവരിത് മെഷർ ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തും അവർക്കൊരു ഫീൽഡ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫീൽഡ് സർവീസ് കാര്യങ്ങൾ അവർക്ക് ഫീസിബിൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന റാങ്കിങ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അതിൽ നിന്നും ചില വേരിയേഷൻസ് കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5G ഇൻ ഇന്ത്യ. GS പേപ്പർ 3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ IT ആൻഡ് ഡിഫറെൻറ്റ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് 5G ടെക്നോളജി എന്നാണ്. റീസെൻ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻസ് അനൗൺസ് ചെയ്തൊരു കാര്യമാണ് മേജർ മെട്രോസിൽ നെക്സ്റ്റ് ഇയറിൽ എന്താണ് 5G സർവീസസ് അവൈലബിൾ ആവുമെന്ന്. ഇന്ത്യ 2018 തന്നെ 5G സർവീസസിലേക്ക് ആസ് സൂൺ ആസ് പോസിബിൾ പോകണം എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ പല കാരണങ്ങളാലും നമുക്കിപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഇയർ തൊട്ട് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് മേജർ സിറ്റീസിലെങ്കിലും ഈ പറയുന്ന 5G ടെക്നോളജി നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളതാണ് പ്രതീക്ഷ. 5G അല്ലെങ്കിൽ 5th ജനറേഷൻ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കേട്ടുള്ള 1G 2G 3G 4G നെറ്റ്വർക്കിൻ്റെ ഒരു ഹയർ ഗ്രേഡ് വയർലെസ് സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെർച്വലി എല്ലാ വസ്തുക്കളെയും അല്ലെങ്കിൽ എല്ലാവരെയും, മെഷീൻസിനെയും, ഒബ്ജക്ട്സിനെയും, ഡിവൈസസിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് 5G ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് പ്രകാരമുള്ള ഇൻ്റർനെറ്റ് സ്പീഡുകൾ നമ്മൾ നോക്കുന്ന വളരെ ഹൈ ബാൻഡ് സ്പെക്ട്രത്തിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 GB/s ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ 4G ലെവലിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മാക്സിമം ഇൻ്റർനെറ്റ് ഡാറ്റ സ്പീഡ് എന്ന് പറയുന്നത് 1 GB/s ആണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെക്കുക, 20 GB/s എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇനി പോസിബിൾ ആവാൻ പോകുന്നത്. 1980 കാലഘട്ടത്തിലാണ് 1G ലോഞ്ച് ചെയ്യുന്നത്. അത് അനലോഗ് റേഡിയോ സിഗ്നൽസ് അതുപോലെ തന്നെ വോയിസ് കോളുകളും മാത്രം സപ്പോർട്ട് ചെയ്തിരുന്ന ഒന്നാണ്. 1990 2G ലോഞ്ച് ചെയ്തു. ഡിജിറ്റൽ റേഡിയോ സിഗ്നൽസ് അതുപോലെ തന്നെ വോയിസും ചെറിയ തോതിലുള്ള ഡാറ്റ ട്രാൻസ്മിഷനും ഏകദേശം 64 KB/s ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. 2000 3G ലോഞ്ച് ചെയ്യുന്നത്. 1 MB/s to 2 MB/s ഇൻക്ലൂഡിങ് വോയിസും വീഡിയോ കോളുകളും കോൺഫറൻസിങ്ങും കൂടി സപ്പോർട്ട് ചെയ്തു തുടങ്ങി. 4G ലോഞ്ച് ചെയ്യുന്ന 2009 100 MB/s മുതൽ 1 GB/s വരെ 3D വെർച്വൽ റിയാലിറ്റി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെക്നോളജിയാണ് 4G ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കൈകളിലേക്ക് ഈ പറയുന്ന ടെക്നോളജി എത്തുമ്പോഴേക്കും പിന്നീടും ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇനി പുതിയൊരു ടെക്നോളജിയാണ്, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹയർ വേർഷനാണ് ഇതെന്ന് പറയുന്നത് 5G ടെക്നോളജി എന്ന് പറയുന്നത്. അവർ 3 ബാൻഡുകളാണ് മെയിൻലി വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലോ ബാൻഡ്, മിഡ് ആൻഡ് ഹൈ ഫ്രീക്വൻസി സ്പെക്ട്രം. അങ്ങനെ സ്പെക്ട്രത്തിൻ്റെ 3 ബാൻഡുകളാണ്, ലോ, മിഡ് ആൻഡ് ഹൈ. അത് അവരുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഈ ഡിഫറെൻറ്റ് സ്പെക്ട്രംസ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ലോ ബാൻഡ് സ്പെക്ട്രം യൂസ് ചെയ്യുന്നത് ഏകദേശം 100 MB/s വരെ സ്പീഡുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള ടെലികോം കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ബാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം മിഡ് ബാൻഡ് സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ
കുറച്ചുകൂടി ഹയർ സ്പീഡ്സ് ആണ്. ലോവർ ബാൻഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹയർ സ്പീഡ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടറി യൂണിറ്റ്സിലും കാര്യങ്ങൾക്കും കുറച്ചുകൂടി ക്യാപ്റ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മിഡ് ബാൻഡ് സ്പെക്ട്രം യൂസ് ചെയ്യുന്നത്. ഹൈ ബാൻഡ് സ്പെക്ട്രത്തിൻ്റെ കേസ് വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള സ്പീഡ് ഈ പറയുന്ന 3 ബ്രാൻഡുകളിലും അല്ലെങ്കിൽ ബാൻഡുകളിലും നോക്കുന്ന സമയത്ത് ഏറ്റവും ഹൈ ആയിട്ടുള്ള സ്പീഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു ഹൈ ബാൻഡ് സ്പെക്ട്രം തന്നെയാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അതുപോലെ തന്നെ സ്മാർട്ട് ടെക്നോളജി ഇത്രയും കാര്യങ്ങൾ വളരെ കണക്റ്റീവായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ 5G ടെക്നോളജി ഹൈ ബാൻഡ് സ്പെക്ട്രത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതൊക്കെ മേഖലകളിൽ 5G ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം. 5G ടെക്നോളജി മെയിൻലി അവർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണക്റ്റഡ് സർവീസസ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് മൊബൈൽ ബ്രോഡ്ബാൻഡ്, മിഷൻ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ഒരു IoT. ഈ ഒരു 3 കാര്യങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഏതെല്ലാം മേഖലകളിൽ ഇതിനെ കൊണ്ടുവരാൻ പറ്റും ആ മേഖലകളിലെല്ലാം തീർച്ചയായിട്ടും 5G ടെക്നോളജി കൊണ്ടുവരുന്നതാണ്. വിർച്വൽ റിയാലിറ്റി അതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ലൈവായിട്ട് ഇപ്പോൾ നമുക്ക് ചില പ്രോഗ്രാംസ് കാണുമ്പോൾ ചെറിയ ഡിലേ കാര്യങ്ങൾ തോന്നാം. പക്ഷെ അതുപോലും ഇല്ലാതെ എക്സാക്റ്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിസ്റ്റംസ് ആണ് ഈ പറയുന്ന 5G ടെക്നോളജി നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഞാൻ പറഞ്ഞു ഓൾറെഡി 2018 അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയുടെ നാഷണൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോളിസി 2018 ഹൈലൈറ്റ് ചെയ്ത് ഈ 5G ടെക്നോളജിയുടെ യൂസ് തന്നെയാണ്. ക്ലൗഡ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഡാറ്റ അനലിറ്റിക്സ്, സ്റ്റാർട്ടപ്പ് വരുന്ന കമ്മ്യൂണിറ്റീസ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിജിറ്റൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാവുമെന്നും ഇപ്പോൾ ഈ പറയുന്ന ഒരു കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് ഒരു ഡിജിറ്റൽ ബൂസ്റ്റ് ആക്ച്വലി നടന്നിട്ടുണ്ട്. ഈ പറയുന്ന സർവീസസ് കാര്യങ്ങൾ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ ടേൺ ഓവറിലൂടെ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനായിട്ട് വരെ നമുക്കിതിനെ പറയാവുന്നതാണ്. ഇനി ഇവിടെയുള്ള ഫൈബർ പ്രോട്ടോകോൾസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എത്താത്തത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഇത്തരം ഹാർഡ്വെയർസ് കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചാലഞ്ചസ് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള പോളിസി കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസിലി ടാക്കിൾ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈഫൂൺ റേ. ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ടോപ്പിക്കാണ് ടൈഫൂൺ റേ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോ ഫിസിക്കൽ ഫിനോമിനയാണ്. റീസെൻ്റ്ലി ഫിലിപ്പൈൻസിൻ്റെ പാർട്സിൽ ഇടിച്ച ടൈഫൂൺ റേ അല്ലെങ്കിൽ ലോക്കലി അവർ അറിയപ്പെടുന്ന ഒഡെറ്റെ എന്നുള്ള പേരിലാണ്. മിഡ് ഡിസംബറിലായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് പ്രകാരമുള്ള ഒഫീഷ്യൽ ഡെത്ത് ആക്ച്വലി 388 വരെ ആയിട്ടുണ്ട്. റേ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ട്രോമിനെയാണ് നമ്മൾ റേ എന്ന് പറയുന്നത്. 2021 ഈ പറയുന്ന ആർച്ചിപ്പലാഗോയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ടുള്ള ഒരു ടൈഫൂണാണ് റേ എന്ന് പറയുന്നത്. ടൈഫൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഒരു കൈൻഡ് ഓഫ് സ്ട്രോം തന്നെയാണ്. ചില സമയങ്ങളിൽ അതിനെ ഹറിക്കെയിൻസ്ന്നോ അല്ലെങ്കിൽ ടൈഫോൺസ്ന്നോ സൈക്ലോൺസ്ന്നോ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇത് വിളിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എവിടെയാണ് ഇത് ഒക്കർ ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ഇത്തരം നെയിമുകൾ. ഇവിടെ സ്ലൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ടൈഫൂൺസ് ചൈന സീ അതുപോലെ തന്നെ പസഫിക് ഓഷ്യനിലാണെന്നുണ്ടെങ്കിൽ ടൈഫൂൺസ് എന്നും, വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ്സ് അല്ലെങ്കിൽ കരീബിയൻ സീ അറ്റ്ലാന്റിക് ഓഷ്യൻ റീജിയനിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഹറിക്കെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം ഗുയനാലോൺസ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക അതുപോലെ തന്നെ സദേൺ USA കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ടോർണാഡോസ് എന്നാണ് വിളിക്കുന്നത്. ഓസ്ട്രേലിയ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഓസ്ട്രേലിയസിലൊക്കെ ഇതിനെ വില്ലീസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ജനറലി ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിമും ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് തന്നെയാണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സർക്കുലർ സ്ട്രോംസ് ആണ് ട്രോപ്പിക്കൽ ഓഷ്യൻ റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 119 km/h അതുപോലെ തന്നെ ഹെവി റെയിൻസും കോസ് ചെയ്യുന്ന ഒന്നാണ്. ഇത് ജനറലി കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെൻറ്റർ RSMC ടോക്കിയോ ആണ് ടൈഫൂൺ സെൻറ്ററിന് ഈ ഒരു ടൈഫൂൺ നെയിം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ പ്രകാരമാണ് റായ് എന്ന് പറയുന്ന ഈ ഒരു നെയിം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും ഇതേപോലെ ഗ്രൂപ്പുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് എന്നനുസരിച്ചിട്ടാണ് ഇതിനെ ടൈഫൂൺ ആണോ ഹറിക്കെയിൻ ആണോ അല്ലെങ്കിൽ ടൊർണാഡോ വില്ലീസ് എന്നുള്ള രീതിയിൽ നമ്മൾ നെയിം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന FCR അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010. ഗവൺമെൻറ് പോളിസീസ് അല്ലെങ്കിൽ ഇഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ദെയർ ഇംപ്ലിമെൻറ്റേഷൻ GS പേപ്പർ 2 വരുന്ന ഒരു ടോപ്പിക്കാണിത്. റീസെൻ്റ്ലി യൂണിയൻ ഹോം മിനിസ്ട്രി റിഫ്യൂസ് ചെയ്തു. എന്താണ് റിഫ്യൂസ് ചെയ്തത്? FCR രജിസ്ട്രേഷൻ ചില മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ഉള്ള രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ റിഫ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. നോബൽ ലോറേറ്റ് മദർ തെരേസയുടെ ഒരു കത്തോലിക് ആയിട്ടുള്ള റിലീജിയസ് കോൺഗ്രിഗേഷൻ ആണ് അത് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ചില അഡ്വേഴ്സ് ആയിട്ടുള്ള ഇൻപുട്സ് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻ ഹോം മിനിസ്ട്രി എന്താണ് അവരുടെ FCR രജിസ്ട്രേഷൻ റീന്യൂ ചെയ്യാൻ വിസമ്മതിക്കുകയാണ്.
FCR അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഏതൊരു NGOയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അസോസിയേഷനോ ഫോറിൻ ഫണ്ടുകൾ അല്ലെങ്കിൽ ഡൊണേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു രജിസ്ട്രേഷൻ വളരെ അനിവാര്യമാണ്. MHAയുടെ റിപ്പോർട്ട് പ്രകാരം 2006-2020 കാലഘട്ടത്തിൽ FCR ലൈസൻസ് ഏകദേശം 6600 NGOസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം NGOs കാര്യങ്ങൾ എന്താണ് സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് അവർക്ക് ലൈസൻസ് കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. FCR റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഫോറിൻ ഡൊണേഷൻസ് അതുപോലെ തന്നെ ഇത്തരം അസോസിയേഷൻസ് കൊടുക്കുന്ന സമയത്ത് ഈ ഫോറിൻ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഡൊണേഷൻസ് എന്താണ് ഒരിക്കലും രാജ്യത്തിൻ്റെ ഇന്റേണൽ സെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യരുത് എന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് FCR. ഈ ആക്ട് ആദ്യമായിട്ട് എനാക്ട് ചെയ്യുന്ന 1976 പിന്നീട് അത് 2010-ലും 2020-ലും ചില അമെൻമെൻറ്റുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. FCR ആക്ടിൻ്റെ സെക്ഷൻ 5 എന്ന് പറയുന്ന കാര്യം യൂണിയൻ ഗവൺമെൻറ് അൺചെക്ഡ് ആൻഡ് അൺബ്രൈബിൾഡ് ആയിട്ടുള്ള പവേഴ്സ് കൊടുക്കുകയാണ്. ഒരു ഓർഗനൈസേഷനെ പൊളിറ്റിക്കൽ നാച്ചർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിനൈ ചെയ്യാൻ ഫണ്ട് കാര്യങ്ങൾ പുറത്തുനിന്ന് ഡിനൈ ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ് സെക്ഷൻ 5 FCR കൊടുക്കുന്നത്. FCR ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവർ ഇംപ്ലൈ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു NGOയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫോറിൻ ഡോണർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോർ ആയിട്ടുള്ള ഒരു ക്ലിയറൻസ് തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് വാങ്ങേണ്ടതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ഒബ്സർവേഷൻ ഇതായിരുന്നു. എന്തിനാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ പറഞ്ഞ ഇൻഫ്ലോ അല്ലെങ്കിൽ സബ്സീക്വൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫ്ലോ ഫോറിൻ ഫണ്ടുകളുടെ നോക്കേണ്ട ആവശ്യകത എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെ തന്നെ CBIയുടെയും പല റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം ഫണ്ടുകൾ ഇന്റേണൽ സെക്യൂരിറ്റിനെ അതുപോലെ തന്നെ നാഷണൽ പീസിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പല രീതിയിലും നെക്സൽസിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മണി അതുപോലെ തന്നെ ടെററിസം ഇത്തരം പാർട്ടായിട്ടും ഈ പറയുന്ന പൈസയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏകദേശം 22 ലക്ഷം NGOs ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അവരിൽ ഏകദേശം 10% ആൾക്കാർ മാത്രമാണ് അവരുടെ ഇൻകവും എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യത്തിലെല്ലാം എന്താണ് ഈ പറയുന്ന പ്രോപ്പറായിട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് മറ്റെന്തോ കാര്യങ്ങൾ മറയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ FCR കുറച്ചുകൂടി സ്ട്രിഗ്നൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2020 അമെൻമെൻറ്റ്സ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NGOs എല്ലാം എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെയിൻ ബ്രാഞ്ച് തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ അത് എല്ലാ റൂറൽ ഇന്ത്യയിലുള്ള NGOസിന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരുപാട് ക്രിറ്റിസിസംസും നേരിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറാൻ ന്യൂക്ലിയർ ടോക്സിനെ പറ്റിയിട്ടാണ്. ഏകദേശം 5 മാസങ്ങൾക്ക് ശേഷം അത് റെസ്യൂം ചെയ്യാൻ പോവാണ്. GS പേപ്പർ 2-ലെ എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണിത്. ഇറാൻ ന്യൂക്ലിയർ ടോക്ക് എന്താണ് 5 മാസത്തിന് ശേഷം വീണ്ടും റെസ്യൂം ചെയ്യാൻ പോവാണ്. റെസ്യൂം ചെയ്യുന്നത് വിയന്നയിൽ വെച്ചിട്ടാണ്. 2015-ലെ ഇറാൻ ന്യൂക്ലിയർ ഡീലിനെ റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. 2015-ലെ ഇറാൻ ന്യൂക്ലിയർ ഡീൽ ജനറലി അറിയപ്പെടുന്നത് JCPOA എന്നുള്ള നെയിമിലാണ് അല്ലെങ്കിൽ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നുള്ള പേരിലാണ്. ഈ ടോക്കുകൾ ഹെൽഡ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിലുള്ള ഡീലിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇറാൻ, ചൈന, റഷ്യ, ജർമ്മനി, ഫ്രാൻസ് ആൻഡ് UK ആണ്. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ വീണ്ടും ഈ പറഞ്ഞ JCPOAയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളത്. ഇറാൻ ന്യൂക്ലിയർ ഡീൽ ജനറലി ഞാൻ പറഞ്ഞു അവർ അറിയപ്പെടുന്ന പേര് JCPOA അല്ലെങ്കിൽ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരുപാട് നെഗോഷിയേഷൻസിന് ശേഷം 2013-2015 കാലഘട്ടത്തിൽ ഇറാനും P5+1 ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് JCPOA എന്ന് പറയുന്നത്. P5 എന്ന് പറയുന്നത് ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ ഇത്രയും ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇതെന്ന് പറയുന്നത്. ഇറാൻ ന്യൂക്ലിയർ ഡീലിന്റെ പാർട്ട്. ഈ ഒരു ഡീൽ പ്രകാരം എന്താണ്? തെഹ്റാൻ അല്ലെങ്കിൽ ഇറാന്റെ കേസിലുള്ള സെൻട്രിഫ്യൂഗ്സ് കാര്യങ്ങൾ യുറാനിയം എൻട്രി ചെയ്യുന്നു, അതുപോലെ തന്നെ ഹെവി വാട്ടറിന്റെ കാര്യങ്ങളും സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കുമെന്നും അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ കൺസേൺ? 2018-ലെ അക്കോർഡിൽ നിന്നും എന്താണ് ട്രംപ് US-നെ പുൾ ഔട്ട് ചെയ്തു. മാക്സിമം ഈ പറയുന്ന പ്രഷറൈസ് ചെയ്ത് ഒരുപാട് സാങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇറാന്റെ മുകളിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇറാൻ തിരിച്ച് ഇൻറ്റൻസിഫൈ ചെയ്യാണ് ചെയ്തത്. അവരുടെ യുറാനിയം അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗ്സിന്റെ ബിൽഡിങ്ങും കാര്യങ്ങളും അവർ കൂടുതൽ എൻറിച്ച് ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ എന്താണ് ന്യൂക്ലിയർ ഡെവലപ്മെന്റ് സിവിലിയൻസിന് വേണ്ടിയിട്ട് തന്നെ അപ്പോഴും അവർ യൂസ് ചെയ്തിട്ടുള്ള മിലിറ്ററി പർപ്പസിന് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കാര്യങ്ങൾ കൂടി വന്നു. ഏകദേശം 2020 ജനുവരി കാലഘട്ടത്തിൽ എന്താണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ ആയിട്ടുള്ള ജനറൽ ഖാസിം സൊലൈം
ഇവരും ഒരു ഡ്രോൺ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇറാൻ അനൗൺസ് ചെയ്ത കാര്യങ്ങൾ എന്താ? അവർ ഇനി ഒരിക്കലും JCPOയുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ്, നോർത്ത് കൊറിയയിൽ നമുക്കിപ്പോൾ അറിയാം എപ്പോഴും ന്യൂക്ലിയർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേ ഒരു സീരീസ് ഓഫ് പ്രശ്നങ്ങൾ ഇറാൻ കാരണം ഈ ഒരു മേജർ ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കൂടി ഈ റീജിയനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന 5 മാസത്തിന് ശേഷം എന്താണ് അവരുടെ ഇറാൻ ന്യൂക്ലിയർ ടോക്സ് കാര്യങ്ങൾ റിവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് റിവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്താണ് അവിടുത്തെ ആ ഒരു ഈ പറയുന്ന സ്റ്റെബിലൈസ്ഡ് ആവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇറാനിലുള്ള ചില ഐഡിയാസ് ഉണ്ട്, ലൈക്ക് ചബഹാർ പോർട്ട്, അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് പോർട്ട്, ഇത്തരം കാര്യങ്ങൾ റീജിയണൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ആ ഒരു ഇൻസ്റ്റെബിലിറ്റി കാരണം അല്ലെങ്കിൽ എന്താണ് സാങ്ഷൻസ് കാരണം നമുക്കത് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് പ്രോപ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലുള്ള ചൈനീസ് പ്രസൻസിന് ബദലായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇറാനിയൻ ഓയിൽ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ എനർജി സെക്യൂരിറ്റി കൂടി ഒന്നുകൂടി ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ് എന്ന് പറയുന്ന 5 ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ്, അതുപോലെ തന്നെ 5G ടെക്നോളജി, ടൈഫോൺ ഡ്രൈ, FCR ആൻഡ് ഇറാൻ ന്യൂക്ലിയർ. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.